കൊച്ചിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡ് ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് ബൈപ്പാസാക്കി മാറ്റണമെന്ന് നിർദ്ദേശം. റോഡ് അങ്കമാലിയിലേക്ക് നീട്ടാനും ആലോചനയുണ്ട്. കേന്ദ്രമന്ത്രി കെ.വി. തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് നിർദ്ദേശമുയർന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വരവോടെ ദേശീയപാതയിൽ രൂക്ഷമാകുന്ന ഗതാഗതക്കുരുക്ക് കൂടി കണക്കിലെടുത്താണ് സീപോർട്ട് എയർപോർട്ട് റോഡ് വിപുലീകരിക്കണമെന്ന നിർദ്ദേശമുയർന്നത്. റോഡ് ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനും അങ്കമാലി വരെ നീട്ടാനുമാണ് യോഗത്തിൽ നിർദ്ദേശമുയർന്നത്. സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം സമർപ്പിച്ചാൽ അതിനുവേണ്ടി തനിക്കാവുന്നതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി കെ.വി. തോമസ് പറഞ്ഞു. അപ്പോൾ ഇന്നുള്ള സീപോർട്ട് എയർപോർട്ട് റോഡ് ഒരു ദേശീയ ബൈപ്പാസായി മാറ്റിയാൽ ഇന്ന് ടൗണിൽ കാണുന്ന ഈ പ്രശ്നത്തിന് കുറെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ ലൈറ്റുകൾ സജ്ജീകരിക്കാൻ സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് പുതിയ പദ്ധതി സമർപ്പിക്കാൻ തീരുമാനിച്ചു. മീഡിയൻ സൗന്ദര്യവൽക്കരണം താമസിയാതെ പൂർത്തിയാക്കും. സർവീസ് റോഡിലെ പാർക്കിംഗ് അവസാനിപ്പിക്കാൻ പാർക്കിംഗ് ഏരിയകൾ കണ്ടെത്താൻ സഹകരിക്കാമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ യോഗത്തിൽ അറിയിച്ചു. കുണ്ടന്നൂർ ഇടപ്പള്ളി വൈറ്റില പാലാരിവട്ട മേൽപ്പാലങ്ങളുടെ നിർമ്മാണം സംബന്ധിച്ച് പുതിയ റിപ്പോർട്ട് കിട്ടിയാലുടൻ അതിന് അന്തിമരൂപം നൽകാനും തീരുമാനിച്ചു. വൈറ്റില ജംഗ്ഷൻ നവീകരണത്തിനുള്ള വിവിധ പദ്ധതികൾ ക്രോഡീകരിക്കും. വൈറ്റില ബസ് ടെർമിനൽ വരികയാണ്. അപ്പോൾ ആ ജംഗ്ഷന്റെ വിപുലീകരണം നടക്കണം. അതിന് ചില പ്രപ്പോസൽസ് ജില്ലാ അഡ്മിനിസ്ട്രേഷനും കോർപ്പറേഷനും കൊടുത്തിട്ടുണ്ട്. NHAയുടെ പ്രപ്പോസലുണ്ട്. അത് ഒന്ന് ക്രോഡീകരിച്ച് യോജിപ്പിച്ച് മുന്നോട്ട് പോകണം. ആലുവ മേൽപ്പാലം സെപ്റ്റംബറോടെ പൂർത്തീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. ഇടപ്പള്ളി മേൽപ്പാലത്തിന്റെ ഡിസൈൻ പുനഃപരിശോധിക്കുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെ കൂടാതെ കൊച്ചി മേയർ, വിവിധ നഗരസഭാ അധ്യക്ഷന്മാർ, നഗരപരിധിയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഒരു മാസത്തിനു ശേഷം വീണ്ടും യോഗം ചേർന്ന് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തും. മനോരമ ന്യൂസ്, കൊച്ചി.